അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് ടീച്ചർ പഠിപ്പിക്കുന്നത് ഹിന്ദിയിലെ ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വാക്കുകളാണ്. ആ വാക്കുകൾ നമ്മൾ മനഃപ്പാഠം പഠിച്ചെടുത്താൽ അത് അനുസരിച്ച് അതുപയോഗിച്ച് എങ്ങനെ വാക്കുകൾ ഉണ്ടാക്കാമെന്ന് പിന്നീട് പഠിക്കാം. ആദ്യം ഈ വാക്കുകൾ നിങ്ങൾ നല്ല പോലെ പഠിക്കണം. ഓക്കെ, ഒരു ദിവസം ഒരു 5 വാക്കെങ്കിലും വെച്ച് നിങ്ങൾ തീർച്ചയായും പഠിച്ചിരിക്കണം. അപ്പോൾ റെഡിയല്ലേ? നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായിട്ട് മൈം, മേം. എന്താണ്? ഞാൻ. മേം എന്ന് പറഞ്ഞാൽ ഞാൻ. ഇതാണ് മേം, ഞാൻ. ആപ്പ്, തും. രണ്ടും നിങ്ങൾ, താങ്കൾ എന്നൊക്കെ നമ്മൾ പറയാനായിട്ട് ആപ്പും തുമ്മും നമുക്ക് ഉപയോഗിക്കാം. ആപ്പ് കുറച്ച് ബഹുമാനത്തോടു കൂടി പറയാൻ വേണ്ടി വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ തും ഉപയോഗിക്കാം. ഒരേ അർത്ഥം തന്നെയാണ്. ആപ്പ് നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ, തും നിങ്ങൾ. മേരാ എൻ്റെ, മേരാ എൻ്റെ, മേരാ എൻ്റെ. മുझे എന്നെ, മുझे എന്നെ, എനിക്ക് എന്നൊക്കെ പറയുന്നതിന് മുझे, എന്നെ, എനിക്ക്. ഇനി ആപ്കാ, തുമാരാ. രണ്ടും എന്താണ്? നിങ്ങളുടെ. ആപ്കാ, തുമാരാ നിങ്ങളുടെ, താങ്കളുടെ. ആപ്കാ താങ്കളുടെ, തുമാരാ നിങ്ങളുടെ. ഹമാരാ ഞങ്ങളുടെ. ആപ്കാ താങ്കളുടെ, തുമാരാ നിങ്ങളുടെ, ഹമാരാ ഞങ്ങളുടെ. ഹമാരാ ഞങ്ങളുടെ. വഹ്, വഹ് അവൻ, അവൾ. രണ്ടും വഹാണ്. അവൻ, അവൾ, വഹ്. അപ്പം വഹ് എന്ന് പറഞ്ഞാൽ അവിടെ സ്ത്രീലിംഗവും പുല്ലിംഗവും ഒക്കെ എന്താണ്? ഒന്ന് തന്നെ. വഹ് അവൻ അല്ലെങ്കിൽ അവൾ. വഹ് അവൾ, വഹ് അവൾ. ഉസ്കാ, ഉസ്കാ അവൻ്റെ, ഉസ്കാ അവൻ്റെ, ഉസ്കാ അവൻ്റെ. ഉസ്കി അവളുടെ, ഉസ്കാ അവൻ്റെ. അതിൻ്റെ കൂടെ വള്ളി ഈ കൂട്ടിച്ചേർക്കുമ്പോൾ എന്തായി? അവളുടെ. ഉസ്കി അവളുടെ, ഉസ്കി അവളുടെ. ഉസ്സേ, ഉസ്സേ അവനെ, ഉസ്സേ അവനെ. ഉസ്ക അവൻ്റെ, ഉസ്സേ അവനെ. കർന ചെയ്യുക. ഒരു ജോലി ചെയ്യുന്നതിന്, എന്ത് ജോലിയായാലും കർന ചെയ്യുക, കർന ചെയ്യുക. കഹ്ന പറയുക, കഹ്ന പറയുക, പറയൂ. ഇതൊക്കെ പറയുമ്പോഴും കഹ്ന പറയൂ, പറയുക. ദേന, ദേന കൊടുക്കുക, ദേന കൊടുക്കുക. ദീജിയെ കൊടുത്താലും, ദേന കൊടുക്കുക, ദീജിയെ കൊടുത്താലും. കർന ചെയ്യുക, കീജിയെ ചെയ്താലും. കഹ്ന പറയുക, കീജിയെ പറഞ്ഞാലും. ലേന വാങ്ങുക, ലീജിയെ
വാങ്ങിയാലും. ജാന പോകുക, പോകൂ, പോകണം. ഇതിനൊക്കെ നമ്മൾ എന്തുപയോഗിക്കും? ജാന, ജാന. പോകൂ, പോകുക, പോകണം. ജാന. ഇനി ബഹുമാനത്തോടുകൂടി ജായിയേ, പോയാലും. ആന വരിക, ആയിയേ, വന്നാലും. ജാന പോകുക, പോകൂ, ജായിയേ, പോയാലും. ആന വരിക, ആയിയേ, വന്നാലും. ഈ വാക്കുകൾ അത്യാവശ്യം ഇവ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാലാണ് നമുക്ക് സെൻറ്റൻസ് പറയാനായിട്ട് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പം ഇത് എല്ലാവരും പഠിക്കണം. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. ടീച്ചറുടെ ക്ലാസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.